ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും എന്തുവരെ സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ അന്ന് സൺഡേക്ക് കുറച്ച് തിരക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇക്കഥ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നെന്താ സ്പെഷ്യല് എന്ന് ചോദിക്കണതാ. ഇന്നെന്താ സ്പെഷ്യല്? ഇന്നൊന്നുമില്ല, ബീഫാ കിട്ടിയിട്ടില്ല. മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടും മീന് കിട്ടിയിട്ടില്ല. ഇക്കാക്ക് ബീഫാ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ പരിപ്പ് രസം വെച്ചിട്ടേ ബീഫും കൊണ്ടേ ഒരു ഗ്രേവി പെട്ടെന്നാവും കേട്ടോ. 12:30 ആയപ്പോ ലൈവ് കട്ടായി. അപ്പോഴേക്ക് ഉക്ക വന്ന് അത് വെള്ളം അടുപ്പത്ത് വെച്ച് ചോറതാ അങ്ങനെന്താ. അപ്പൊ ഇന്ന് ബീഫാണ് കേട്ടാ. നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബീഫ് നല്ലത് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലം വരെ പോകണം കേട്ടോ. അവിടുന്ന് നല്ല ബീഫ് കിട്ടുക. മറ്റുള്ളത് ഇവിടെ ചെറിയ ഒരു തലക്ക് വേവിന ബീഫ്, ചെറിയ അങ്ങനത്തെ ബീഫാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല, ഇങ്ങനത്തെ ബീഫാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പൊ ഈ ബീഫും കൊണ്ട് ഞാൻ ഗ്രേവി ഉണ്ടാക്കി ഒരു പരിപ്പ് രസമാണ് ഇന്ന് സൺഡേ സ്പെഷ്യൽ. എന്താ സൺഡേ സ്പെഷ്യൽ? എപ്പോൾ ചോദിക്കുമ്പോൾ സൺഡേ സ്പെഷ്യൽ ചോദിക്കും. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇക്ക മാർക്കറ്റിലോട്ട് പോയപ്പോ തക്കാളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തക്കാളി വാങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. ചോളകം ഫേവറേറ്റ് ആണ് കേട്ടോ മോനിക്ക്. ചോളകം സ്വീറ്റ് കോണാണ് അധികം ഇഷ്ടം. ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഇതാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുനിൽക്കണേ. ബീഫാണ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുനിൽക്കണ ഇതാണ് കേട്ടോ. അപ്പൊ ഒന്ന് സൺഡേ ആയിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് തക്കാളിയും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബീഫുമാണ് കേട്ടാ. അടിപൊളിയല്ലേ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് എന്താ പറയുക. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് എന്നും വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരുന്നു. എന്നൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ. എന്താ പറഞ്ഞിട്ട് എന്താന്ന് അറിയില്ല കേട്ടാ. അല്ലേ മോനെ പോയി. അപ്പൊ ഇത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ബീഫിന്റെ പരിപാടി അങ്ങനെ പരിപ്പ് രസമാണ് കേട്ടോ. അപ്പൊ ഫ്രൂട്ട്സ് ഉണ്ടോ എല്ലാരും ചോദിക്കാറില്ലേ? ഫ്രൂട്ട്സുകാരന്റെ കെട്ടിയോളായ ഫ്രൂട്ട്സ് കഴിക്കാം, ബീഫുകാരന്റെ കെട്ടിയോളായ ബീഫ് കഴിക്കാം, ബേക്കറിക്കാരന്റെ കെട്ടിയോളായ ബേക്കറി കഴിക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പുതിയ തലമുറകളോട് ഒന്ന് പറയുന്നത് ഏറ്റവും ഫേവറേറ്റ് എന്താണോ ആ ആൾക്കാരൻ കല്യാണം കഴിക്കുക. പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ലൈഫ് ഫുള്ളായിട്ട് കേട്ടാ. എന്തായാലും എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രൂട്ട്സ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതവിടെ വെക്കട്ടെ കേട്ടാ. ഇനി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബീഫിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി ഞാൻ അത് ചെയ്യട്ടെ. ഞങ്ങളാക്കിയിട്ടാണ് കേട്ടോ കിട്ടുക. എന്നാലും ഒന്നും കൂടി ചെറുതാക്കും കേട്ടോ. എനിക്ക് ചെറിയ ചെറിയ കുട്ടി കഷ്ണാക്കിയിട്ട് കഴിക്കുന്നതിന് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി ചെറുതാക്കണം കേട്ടോ. കണ്ട ഈ ഒരു സൈസിലാണ് കേട്ടോ കിട്ടുക. കണ്ട ഇതിലും ചെറുതാക്കിയിട്ട് ഞാൻ വെക്കാറ്. ചിലതൊക്കെ കുറച്ച് വലുതായിട്ട് തോന്നും. അപ്പൊ അത് കാരണം കേട്ടോ ഒന്നുകൂടി കണ്ടോ ഇങ്ങനെയൊക്കെ സൈസ് കണ്ടോ. ചില ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോ അതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. കുറച്ച് ഇപ്പത്തെ യൂസിന് മാത്രം. ഇതാ അപ്പൊ ഞാൻ ബീഫ് ഞാൻ ഫ്രഷ് ആക്കിയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഇതാ ഇട്ടിട്ടോ. അപ്പോഴേക്കും ഇത് കഴുകി ഫ്രഷ് ആക്കിയിട്ട് വരട്ടാ. അപ്പൊ ഇത് അരി വെള്ളത്തിലിട്ടിട്ടാ. പിന്നെന്താ കൊണ്ടുവരാന്ന് വെച്ചാല് പിന്നെന്താ കൊണ്ടുവരാ മിണ്ടില്ല. എന്താ വേണ്ടെന്ന് വെക്കണ്ടോ. മല്ലിച്ചപ്പില്ലാതെ ഞാൻ ബീഫ് വെക്കൂലെന്ന് അറിയില്ലേ. മല്ലിച്ചപ്പില്ല കേട്ടോ. ഫ്രിഡ്ജില് മല്ലിച്ചപ്പ് കാണാനില്ല. അപ്പൊ അരിന്റെ മേലെ ഞാൻ ഇതിൽ വെള്ളം എടുത്തിട്ട് വെക്കും കേട്ടോ. ആ വെള്ളം ഒന്നും എടുക്കട്ടെ. ഗ്യാസ് അല്ലേ യൂസ് ചെയ്യുന്നേ. അപ്പൊ വെറുതെ ചുടുവെള്ളം സെപ്പറേറ്റ് ആയിട്ട് വെക്കണ്ടല്ലോ. ഞാൻ എന്താ ഇതിനൊരു പാത്രം വെള്ളം, ഈ ഒരു പാത്രം വെള്ളം രാത്രി വരെ ഉണ്ടാവും കേട്ടോ. രാത്രി വരെ നിങ്ങൾക്ക് കുടിക്കേണ്ട വെള്ളമാണിത്. ഇതിന്റെ മുകളിലോട്ട് വെക്കും കേട്ടോ. അപ്പൊ വെള്ളം ചൂടാവും ചെയ്യും. പിന്നെന്താ അതെന്താ ചെയ്യാ, ചോറ് വേഗം ചെയ്യും. പരിപ്പ് രസം എങ്ങനെയെന്ന് അറിയണ്ടേ ഞാൻ എങ്ങനെയാ പരിപ്പ് രസം വെക്കാന്ന്. അതിന് ഇതാ 2 തക്കാളി തക്കാളി കഴിക്കണ വെള്ളത്തിലാണ് കേട്ടോ. അങ്ങനെ തക്കാളി എടുത്തിട്ടു എന്ന് പറഞ്ഞിട്ട് ബാഡ് കമന്റ് പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമ്മൾ വീട്ടിലെന്താ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നു കേട്ടാ. 2-3 തക്കാളി ഇടുക, 2 പച്ചമുളക് ഇടുക. കഷ്ടപ്പെട്ട് തൊലിച്ച് വെച്ചതാണ് ഗേസ്. എന്റെ ഉള്ളികളെ രാവിലെ ഇലയിൽ നിന്ന് തൊലിച്ചത് കണ്ടില്ലേ. അത് ഈ സംഭവം തൊലിക്കുക കേട്ടോ.
ഗ്യാസ് ഇല്ലവർക്ക് പരിപ്പ് കറിയിൽ ഇങ്ങനെ ഇത്ര ചെറിയ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്യാസ് ഒന്നും വരത്തില്ല. ഗ്യാസ് പരിപ്പ് കൂട്ടിയാൽ ചിലർക്ക് ഗ്യാസ് എടുക്കില്ലേ, അതൊന്നും വരത്തില്ല കേട്ടോ. കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാ, കുറച്ചിട്ടാ ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്റെ പരിപ്പ് രസത്തിന്റെ റെസിപ്പിയാണ് ഇട്ടാ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ് ആണ്. കൂട്ടിൽ ചെറിയുള്ളി ഇട്ടാ, പാകത്തിന് ഇട്ടാ മതി. ചെറിയുള്ളി ഇട്ടിട്ടാ. ഇപ്പൊ ഇതിൽ എന്തൊക്കെ പരിപ്പ് രസത്തിന്റെ മനസ്സിലായില്ലേ? എന്റെ കടപ്പേ മുളകും പൊടി ഇല്ല, മുളകും പൊടി, മഞ്ഞപ്പൊടി കുറച്ചിടുക, മുളകും പൊടി ഒക്കെ ഉണ്ടിട്ടാ. പക്ഷെ മുളകും പൊടി ഞാൻ കുപ്പിയിലിട്ട് വെച്ചിട്ടിട്ടാ, കുറച്ചിട്ടാ കുപ്പിയിൽ. പിന്നെ നല്ല ഉപ്പ്, വിസില് 2 വിസില് എന്നിട്ട് താളിക്കുക. അതാണ് പരിപ്പ് രസം. പരിപ്പ് രസം ബീഫും അടിപൊളിയല്ലേ? ആ ബീഫിക്ക് അപ്പൊ അതിൽ പോയിട്ട് കുത്തിയിട്ട് വരാം കേട്ടോ. ഞാൻ ആ ഒരു ഉരലുണ്ട് കേട്ടാ, ആട്ടുകല്ലിന്റെ ഒരു ഉരൽ ഇത്ര പോകുന്ന ചെറിയൊരു ഉരലുണ്ട്, അതിൽ കുത്തിയാൽ പെട്ടെന്നാവും കേട്ടോ. അപ്പൊ അതിൽ ഞാൻ ചെറിയ ഉള്ളി കഴുകിയിട്ട് ബീഫിക്കുള്ളത് ശരിയാക്കണം കേട്ടോ. ഇതൊക്കെ തൊഴിച്ച് വെച്ചതാണ്, മനസ്സിലായോ? ബീഫിക്കുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ ചതച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് ബീഫും കൂടി വെച്ച് കഴിഞ്ഞാൽ അതാന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞു, മനസ്സിലായ? ഇങ്ങനെയാണ് സ്ത്രീകൾ പണി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടോ ഇപ്പൊ 12:30-ക്കാണ് ചോറ് ഇതാ വെച്ചത്. അതിൻ്റെ ഉള്ളിൽ രസം അടുപ്പത്തായി. ഇടയ്ക്ക് മോനക്ക് ഫുഡ് വേറെ കൊടുത്തോണ്ടിരിക്കുകയാണ്. എത്രയും ഇത് കറിയാം. സിമ്പിളായിട്ട് വിചാരിക്കുക നമ്മൾ അടുക്കള ജോലി. പക്ഷേ സിമ്പിളല്ലാതെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏതായാലും എന്തിനൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, എന്തിനൊരു ഇൻട്രസ്റ്റ് ആണ് പണി പെട്ടെന്ന് തീർക്കാൻ. അതേമേക്ക് മടി പിടിച്ചിരിക്കുക അങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല കേട്ടോ. അപ്പൊ ജോലി അധ്വാനിച്ച് ജീവിക്കണം പറയുന്ന പോലെ അധ്വാനിച്ചാൽ ഉഷാറാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു സംഭവം ഈ ഒരു സംഭവങ്ങൾ എടുത്തിട്ട് ഈ ചതക്കിച്ചിട്ട് വരാം. എന്നിട്ട് അപ്പോഴേക്ക് ആ കുക്കറിൽ അത് വേഗം താളിക്കും ചെയ്യാം, ബീഫ് അപ്പം തന്നെ വെക്കും ചെയ്യാം. അത്രയും കാരണം അപ്പൊ തന്നെ നമ്മളെ പരിപ്പ് രസം ഇവിടെ രസം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് കേട്ടോ പരിപ്പ് രസം. ഇതിക്ക് ഇനി കടുക് പൊട്ടിച്ച് ചെറിയ ജീരകം കടുക് പൊടിച്ച് കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപ്പ് രസം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഓരോ ദിവസം ഇങ്ങനെ തന്നെയാണ്. ഇന്ന് വെജിറ്റബിൾസ് ഒന്നും വെച്ചിട്ടില്ല, ഉപ്പേരിയൊന്നും വെച്ചിട്ടില്ല. ഇന്ന് തോട്ടം അഡ്ജസ്റ്റ് ചെയ്യാം. മോനക്ക് അതിൽ കുറച്ച് ലിവറുണ്ട്, ബീഫില് ലിവറുണ്ട്. ലിവർ ഓന് കഴിക്കും കേട്ടോ. ലിവറും പപ്പടം വെച്ചുകൊണ്ടായ ഓന് ഫുഡ് കഴിക്കും. ബീഫ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ബീഫ് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല ഞാൻ എങ്ങനെ വെക്കാറെന്ന്. അപ്പൊ ബീഫിന്റെ റെസിപ്പി ഇല്ല, പരിപ്പ് രസത്തിന്റെ റെസിപ്പി. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കട്ടോ. ചെറിയ ജീരകം എന്താ അങ്ങനെ ഒരു ചോന്ന കളർ വരുന്ന കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മല്ലിച്ചപ്പ് പച്ച കൊടുക്കല് കിടക്കണേ എനിക്ക് ഇഷ്ടം. കാണുന്നുണ്ട പരിപ്പ് രസം? കാണുന്നുണ്ട? ഇതാണ് കേട്ടോ പരിപ്പ് രസം. എൻ്റെ പരിപാടിക്ക് കുക്കർ ശരിയാക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് എന്താ ഒക്കെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി സെറ്റാക്കിയിട്ട് അപ്പൊ നമുക്ക് ഓക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ആപ്പിൾ കഴിക്കട്ടെ. ഇവിടെ വന്ന് നോക്കുമ്പോ തലക്കിനൊക്കെ താഴ്ത്താണ് കേട്ടോ. ഇവന് ഭയങ്കര ആ ഒരു ടോയ്സ് കാണിക്കുന്നത് എന്താണ് ടി വിയിൽ ആ ഒരു ടോയ്കൾ കളിക്കണമായിരിക്കും ഇവന് ഇവിടെ കളിച്ചോണ്ടിരിക്കണേ. അങ്ങനെ ഇതാ ഇവന് കളിച്ചോണ്ടിരിക്കണം കേട്ടോ. ടി വിയിൽ നോക്കിയിട്ടില്ല കളിയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ ഇടങ്ങാറാണ് കേട്ടോ. എന്തെങ്കിലും പണി ഒപ്പിച്ചും അങ്ങനെ ഇതാ ബെഡിലുള്ള തൽക്കാണിയൊക്കെ താഴെ കിടക്കണു. അപ്പൊ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടൽ ഇവനെ നോക്കാനാണ് കേട്ടാ. എണ്ണയിലില്ലേ നന്നായിട്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി
നന്നായിട്ട് ചെറിയുള്ളിയും നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ എണ്ണയിൽ വാട്ടിയിട്ടാണ് ഞാൻ ബീഫാണേലും എന്താണേലും വെക്കാറ്. അങ്ങനെ വാട്ടിയിട്ടാണ് വെക്കാറ്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ഇല്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ കുക്കറിക്ക് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചാലാണ് ഞങ്ങൾ കഴിക്കട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്നിട്ടോ ഓരോ വീഡിയോസ്. അപ്പം അതാ പിന്നെ നിങ്ങളൊരു കാര്യം കേട്ടാ, ഒരു സന്തോഷ നിമിഷം കേട്ടാ. സ്ത്രീകൾക്ക് മുൻഗണനായിട്ട് എല്ലാ അർത്ഥത്തിലും ഇപ്പോഴത്തെ ഗവൺമെന്റ് സൂപ്പറായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇൻഷാല്ലാ അടുത്തതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ കേട്ടതും ഞാൻ സന്തോഷമായിട്ടോ. കാരണം ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആയിരുന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം കറക്റ്റായിട്ട് സന്തോഷിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഇൻഷാല്ലാ അടുത്ത വീഡിയോസായിട്ട് ഞാൻ ചെയ്യാം. പിന്നെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തൊലിച്ചിട്ട് ഇത് കുക്കറിലോട്ടൊന്ന് ഇടണം. കാരണം ഇത് മതിട്ടോ. കാരണം ഞാൻ എനിക്ക് മോന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് കുക്കറിൽ ഇടട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതാ കറക്റ്റ് വേഗം ഇരിക്കണം കണ്ട. എനിക്ക് അതിൻ്റെ ടൈം അറിയും കേട്ടോ. നമ്മളൊരു വീട്ടമ്മയല്ലേ, അതിൻ്റെ ടൈം അറിയാതിരിക്കും. ടാസ്ക് പിടിച്ചൊരു പരിപാടിയെ ചോറ് വാർക്കല്ലേട്ടാ. ടാസ്ക് എന്ന് പറഞ്ഞാൽ അറിയണം. കണ്ട എൻ്റെ പകുതി മുക്കാല് ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു കാരണം അവിടെ ആ റൂമിൽ കുറച്ച് അടുക്കി വെക്കാനുണ്ട്. ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ട് കൊണ്ടുപോയി അങ്ങനെ അമ്പിട്ടിട്ടുണ്ട്. നമുക്ക് മടക്കി വെക്കട്ടെ. ബീഫ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ സെറ്റായ ബീഫിക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി. അപ്പോൾ അതാ ബീഫ് നല്ല ബീഫ്. പിന്നെ ഇതെന്താ പരിപ്പ് രസമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം പരിപ്പ് രസം എന്താണെന്ന് കണ്ടില്ലേ? എന്താണ് കേട്ടോ പരിപ്പ് രസം. പിന്നെ പപ്പടം, മുളക്, അച്ചാറൊന്നും ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. ഇറച്ചിണ്ടല്ലോ, ഉപ്പേരിയൊന്നുമില്ല. അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഒരു പിടിക്കട്ടെ കേട്ടോ. ഇന്ന് സൺഡേ സ്പെഷ്യലി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷം കണ്ടില്ലേ? അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലികൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും ഞാൻ ഫുഡ് പോയി കഴിക്കട്ടെ കേട്ടോ.